പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഉപവസിച്ചിട്ടും ആത്മീക തലത്തിൽ ഒരു പടി കൂടി കയറുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇന്ന് നിങ്ങളോടാണ് സംസാരിക്കുന്നത്. അതെ, പല വർഷമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ആത്മാവിൽ ഒരു പടി കൂടി മുൻപോട്ട് പോകുവാൻ. എന്നാൽ നമുക്കതിന് സാധിക്കുന്നില്ല. അതിൻ്റെ കാരണങ്ങളെ നാം ഇന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. ഒരു പ്രാവശ്യം യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ ചോദിച്ചു, ജനമെല്ലാം എന്നെ ആരെന്നാണ് പറയുന്നതെന്ന് ചോദിച്ചു. അതിന് ശിഷ്യന്മാരെല്ലാം പറഞ്ഞു, നീ ഏലിയ പ്രവാചകനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ കൂട്ടത്തിൽ ഒരുവൻ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഇന്ന് പലരുടെയും ആത്മീക തലം ഉയരാത്തതിന് കാരണം യേശുവിനെ ഏലിയ പ്രവാചകനെന്നും അത്ഭുതം ചെയ്യുന്നവനെന്നും രോഗങ്ങളെ സൗഖ്യമാക്കുന്നവനെന്നും യേശുക്രിസ്തു ലോകത്തിൽ എന്തൊക്കെയോ ചെയ്യാൻ വന്നവനാണെന്നും മാത്രമാണ് നാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, നാം ഒതുക്കി വെച്ചിരിക്കുന്നത്. ഞാൻ അറിയുന്ന അത്രത്തോളം ആയിരിക്കും എൻ്റെ വിശ്വാസത്തിൻ്റെയും ആത്മീയ തലത്തിൻ്റെയും അളവ്. പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അപ്പോൾ യേശു പറയുന്നു, ഇത് നിനക്ക് മനുഷ്യരക്തങ്ങളല്ല, അതായത് ജഡമായിരിക്കുന്ന ആരും നിനക്കിത് പറഞ്ഞു തന്നതല്ല, ഇത് സ്വർഗത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതാണ്. അങ്ങനെ എന്ന് വെച്ചാൽ സ്വർഗത്തിലെ ആ രഹസ്യം, സ്വർഗത്തിലെ ആ കാര്യം പത്രോസിന് വെളിപ്പെട്ടു. നമ്മുടെ ആത്മിക തലം വളരുന്നത്, മാറുന്നത് സ്വർഗീയ റെവലേഷൻ, സ്വർഗീയ വെളിപ്പാട് നാം പ്രാപിക്കുമ്പോഴാണ്. സ്വർഗീയമായത് നമ്മുടെ അകത്ത് വരുമ്പോൾ നമ്മുടെ തലം മാറും. യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നതും നമ്മോട് പറയുന്ന കാര്യങ്ങളെല്ലാം ഈ ലോകത്തെക്കുറിച്ചല്ല, തീർത്തും അത് സ്വർഗത്തെക്കുറിച്ചാണ്. അത് നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ തലം മാറും. പത്രോസ് ഈ കാര്യം മനസ്സിലാക്കിയ ഉടനെ, പത്രോസ് ഈ കാര്യം പറയുമ്പോൾ യേശു അടുത്ത പടിയായി അവന് കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, സ്വർഗത്തിന്റെ താക്കോൽ. ഇതുപോലെ ഒരു താക്കോൽ ഒരു ദൈവ പൈതലിന്റെ കയ്യിൽ വേണം. സ്വർഗത്തെ ആക്സസ് ചെയ്യുന്നവനാണ് ഒരു യഥാർത്ഥ ദൈവ പൈതൽ. യേശുക്രിസ്തു സ്വർഗീയ അധികാരമാണ് നമുക്ക് തന്നിരിക്കുന്നത്. യേശുക്രിസ്തു സ്വർഗീയ അനുഗ്രഹമാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് യേശുക്രിസ്തു പറഞ്ഞു തന്നതും എന്താണെന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് പലരുടെയും കണ്ണുകൾ പിശാച് കുരുടാക്കി വെച്ചിരിക്കുകയാണ്. ഈ സത്യം അറിയുന്നവൻ അവൻ ആത്മതലത്തിൽ കുതിച്ച് ഉയരും. ഇത് മനസ്സിലാക്കിയവൻ എന്ത് ചെയ്യുന്നറിയോ? വചനം പറയുന്നത് പോലെ ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. ഈവൻ ശക്തി പുതുക്കാൻ ദൈവസന്നിധിയിലിരിക്കും. ഇവൻ ശക്തി പുതുക്കി 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 ശത്രുവിന്റെ കോട്ടകളെ തകർത്ത് മുന്നേറുന്നവനായിരിക്കും. യേശു അപ്പൻ ആ പത്രോസിന് കൊടുത്ത താക്കോൽ ഇന്ന് നമ്മുടെ കയ്യിലുണ്ടോ? സ്വർഗത്തെ അനക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? സ്വർഗത്തെ തൊടുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എബ്രായർ 10:19 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, വിശുദ്ധ മന്ദിരത്തിലെ രക്തം അത് ആക്സസ് ചെയ്യുവാൻ നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ഇങ്ങനെ സ്വർഗത്തെ ആക്സസ് ചെയ്യുവാനുള്ള തിരുവചനങ്ങൾ നാം മനസ്സിലാക്കുകയും അത് നാം ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ശത്രു നിന്നെ കണ്ട് ഭയപ്പെടും. അവന് നിന്റെ പ്രാർത്ഥനയെ കണ്ട് ഭയപ്പെടും. ഇത് ഇന്ന് പലരുടെയും കയ്യിലില്ല. പത്രോസിന് ദൈവം സ്വർഗീയ താക്കോൽ കൈമാറി. പത്രോസിന് യേശു സ്വർഗീയ താക്കോൽ കൈമാറിയതുപോലെ ഇന്ന് നമ്മിലേക്കും കൈമാറാൻ കർത്താവ് ആഗ്രഹിക്കുക. നാം അറിഞ്ഞു വെച്ചിരിക്കുന്ന അതിൽ നിന്നും അല്പം കൂടി മുന്നോട്ട് ചെന്ന് യേശുവിനെ അറിയുവാൻ നാം ആഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. നാം സ്വർഗീയമായതിനെ കാംക്ഷിക്കുകയും സ്വർഗീയമായതിൽ പ്രത്യാശ വയ്ക്കുകയും സ്വർഗീയമായതിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മിൽ അധികാരം വെളിപ്പെടും. കർത്താവ് ആരാണെന്നുള്ള യഥാർത്ഥമായ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം കർത്താവിനെ കൂടുതൽ അറിയുമ്പോൾ
അടുത്ത് ചെന്നുകൊണ്ടിരിക്കുമ്പോൾ, ഓരോ ദിവസവും അനുഭവിച്ചറിയുമ്പോൾ, അടുത്ത ലെവലുകളിലേക്ക് നാം കയറി അറിയുമ്പോൾ നമുക്ക് സ്വർഗത്തെ ആക്സസ് ചെയ്യുവാൻ കഴിയും. നിങ്ങൾ പ്രാർത്ഥിക്കുക, സ്വർഗത്തെ ഹാൻഡിൽ ചെയ്യുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ശിഷ്യന്മാർ പറയുക, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. ഇന്നലെ വരെ ഇതൊക്കെ എന്താണെന്ന് പോലും അറിയാത്തവർ ഇന്ന് സ്വർഗീയമായ ദൈവത്തിൻ്റെ നാമത്തിൽ അവരെന്ത് ചെയ്യുക? സകലത്തെയും കീഴടക്കുകയാണ്. സ്വർഗത്തെ ഉപയോഗിക്കുവാൻ സ്വർഗീയ ശക്തികളെ മനസ്സിലാക്കുന്നവന് മാത്രമേ ഈ ഭൂമിയിൽ ശത്രുവിൻ്റെ മേൽ ജയം ഘോഷിക്കാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു നല്ല ദൈവഭക്തന്മാരായി നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.